പ്രതിദിനം 4 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് 3 ദശലക്ഷം ലിറ്റർ വെള്ളവും ഇൻഫോ പാർക്കിനാണ് നൽകുകയെന്ന് കിൻഫ്ര ചൂണ്ടിക്കാട്ടുന്നു. ബാക്കി 1 ദശലക്ഷം മാത്രമാണ് പെട്രോകെമിക്കൽ പാർക്കിനും മറ്റ് വ്യവസായങ്ങൾക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. പദ്ധതിയോട് ജനപ്രതിനിധികൾക്കുൾപ്പെടെയുള്ള എതിർപ്പ് തെറ്റിദ്ധാരണ മൂലമാണെന്നും കിൻഫ്ര പറയുന്നു. 67,000-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഇൻഫോ പാർക്കിൽ വെള്ളം നൽകാൻ തികയാതെ വന്നപ്പോഴാണ് പെരിയാറിനെ ആശ്രയിക്കാൻ കിൻഫ്ര തീരുമാനിച്ചത്. പ്രതിദിനം 45 mld ജലം എടുക്കുമെന്ന ധാരണ തെറ്റാണ്. വെറും 4 mld വെള്ളം മാത്രമേ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂവെന്ന് കിൻഫ്ര വ്യക്തമാക്കി. 45 mld എന്ന് പറയുന്നത് 2050-ലും നിലവിൽ 5 mld-യോ 5-6 വർഷങ്ങളിൽ 10 mld എന്നുള്ളത് ആരും തന്നെ സംസാരിക്കുന്നില്ല. 45 mld അല്ലെങ്കിൽ ഈ 10 mld ആണെങ്കിൽ പോലും അത് മുഴുവനായി വ്യവസായ ആവശ്യത്തിനാണ് പോകുന്നതെന്നൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ ജനങ്ങൾക്കിടയിലേക്കും അല്ലാതെ വന്നുകൊണ്ടേയിരുന്നു. പൈപ്പിടുന്ന ദൂരത്തിൽ റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ PWDക്ക് 5 കോടി രൂപ മുന്നേ അടച്ചു കഴിഞ്ഞതായും കിൻഫ്ര ചൂണ്ടിക്കാട്ടുന്നു. പെരിയാറിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന കേന്ദ്ര ജലഗവേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജലലഭ്യതയ്ക്ക് കുറവ് വന്നാൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പമ്പിംഗ് നിർത്തിവെക്കാമെന്നും കിൻഫ്ര സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം വേനൽ കടുത്തതോടെ ഇൻഫോ പാർക്കിലും ശുദ്ധജലം തികയാത്ത സ്ഥിതിയാണെന്ന് ഇൻഫോ പാർക്ക് അധികൃതർ പറഞ്ഞു. ബംഗളൂരിൽ ഉൾപ്പെടെ ജലദൗർലഭ്യമുണ്ടായതോടെ ഒട്ടേറെ കമ്പനികൾ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും വെള്ളമില്ലെങ്കിൽ ഈ അവസ്ഥ അവരെ അകറ്റുമെന്നും ഇൻഫോ പാർക്ക് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോഴും നമ്മൾ കുറേയൊക്കെ ടാങ്കേഴ്സിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ഒരു ജലദൗർലഭ്യം ഇൻഫോ പാർക്കിലുണ്ട്. കൊച്ചിക്ക് വേറെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് കാരണം കമ്പനികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ബാംഗ്ലൂർ അനുഭവിക്കുന്ന അതേ ഒരു ജലക്ഷാമം കൊച്ചിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ പോവുകയാണ്. പെരിയാറിൽ നേരത്തെ പ്രഖ്യാപിച്ച ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയിട്ട് മതി കിൻഫ്രയുടെ വ്യവസായ ജലവിതരണ പദ്ധതി എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.